ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ, ഒപ്പം തന്നെ വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള വനപ്രദേശത്തെ റോഡ് രണ്ടും സന്ദിഗ്ധാവസ്ഥയിലാണ്. കുറേ നാളുകളായി ഇതിനെതിരെ പ്രചാരണം, സർക്കാരിനെതിരെയുള്ള പ്രചാരണം, ഒപ്പം തന്നെ കോടതി എടുക്കുന്ന നിലപാടുകൾക്കെതിരെയുള്ള ചില സമരപ്രഖ്യാപനങ്ങൾ എന്ന് വേണ്ട വനം വകുപ്പിനെതിരെ അതിശക്തമായ പ്രതിരോധങ്ങൾ, ആ സമരങ്ങൾ, ഭീഷണികൾ എല്ലാം നിലനിൽക്കുകയാണ്. എന്താണ് വാസ്തവം? ഇന്നത്തെ കാഴ്ചപ്പാട് ശ്രീ ചാണ്ടി പി അലക്സാണ്ടറുമായി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അടിമാലി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒപ്പം തന്നെ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ചാണ്ടി പി അലക്സാണ്ടറാണ്. സ്വാഗതം സാർ. സാർ, രണ്ട് കാര്യത്തിലാണ് പ്രധാനമായിട്ടും പ്രേക്ഷകർക്ക് ക്ലാരിറ്റി വേണ്ടത്, കൂടുതൽ വ്യക്തത വേണ്ടത്. ഒരു കാര്യം നമ്മുടെ NH-മായി ബന്ധപ്പെട്ട വനത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഭൂപതിവ് ചട്ടങ്ങളിലും നിയമങ്ങളിലും ഒക്കെ ഉണ്ടായ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. ഒട്ടേറെ സംശയങ്ങൾ നിൽക്കുകയും തന്നെയല്ല, സർക്കാരിന് എതിരെ നിശിതമായ വിമർശനങ്ങൾ ഈ രണ്ട് കാര്യത്തിൽ സമൂഹ മധ്യത്തിലുണ്ടാകുന്നുണ്ട്, സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ആളുകൾ ഏറെക്കുറെയൊക്കെ അത് വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നിലപാട്? ആദ്യം നമുക്ക് NH-ലേക്ക് കടക്കാം. എന്താണ് ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട വാസ്തവ കാര്യങ്ങൾ? നാഷണലുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഭാഗമായി നിർമ്മാണം നിരോധിച്ചില്ല, ആദ്യഘട്ടത്തിൽ നിരോധിച്ചില്ലായിരുന്നുവെങ്കിലും നിർമ്മാണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി പ്രക്ഷോഭങ്ങൾ ഉയർന്നൊരു സാഹചര്യങ്ങളുണ്ടായി. നിലവിൽ അന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി വന്നതിന് ശേഷം വളരെ വ്യക്തമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുകയുണ്ടായി. LDF-ൻ്റെ ജില്ലാ നേതൃത്വം വളരെ കണ്ണിങ്ങായി പ്രശ്നത്തിൽ ഇടപെടുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വന്നതിന് ശേഷമാണ് വനം കൈകാര്യം ചെയ്തിരുന്ന നാഗരാജൻ എന്ന് പറയുന്ന വക്കീലിനെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മാറ്റുകയും തുടർന്ന് അവിടെ മനോജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജനറൽ വെക്കുകയും ചെയ്തെന്ന് മാത്രമല്ല, ഈ പ്രശ്നം ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി സത്യവാങ്മൂലം നൽകാനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാകുന്നതിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വനം മന്ത്രിയും. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ഈ വരുന്ന 9-ാം തീയതിയാണ് കേസ് വരുന്നത്. 7-ാം തീയതിയാണ് കേസ് വരുന്നത്. ആ കേസ് വരുന്ന മുറയ്ക്ക് കോടതിയിൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യം 1936 വനവിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ചില ഈ സർവേ കോറിലേഷൻ ചെയ്യേണ്ട ചില കേസുകളുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയറായി രൂപപ്പെടുത്തിക്കൊണ്ട് വേണം. കാരണം ഇത് ഹൈക്കോടതിയിൽ കേസ് വന്ന സാഹചര്യത്തിൽ ഇനിയൊരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖകളോട് മാത്രമേ സമർപ്പിക്കാൻ പറ്റുള്ളൂ. ഇതേ സെക്രട്ടറിക്ക് തന്നെ, അഡീഷണൽ സെക്രട്ടറിക്ക് തന്നെ ഈ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താനാവുമോ? അങ്ങനെ തിരുത്താൻ കഴിയില്ല. വിഷയം കോടതിയിൽ എത്തിയ സാഹചര്യത്തിൽ കോടതി അതിൻ്റെ നിയമവശങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. സ്വാഭാവികമായി അത് കോടതിയിൽ എത്തിച്ചത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം MN ജയേന്ദ്രനാണ് അത് കോടതിയിൽ എത്തിച്ചത്. കോടതിയിൽ എത്തിച്ച സാഹചര്യം വളരെ പരസ്യമായ കാര്യം. അതെ, അവ കോടതിയിൽ എത്തിച്ച സാഹചര്യത്തിൽ അത് കോടതിയിൽ ഇനി നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് മേടിച്ചെടുക്കേണ്ടത്. അതിനനുസൃതമായി മുഖ്യമന്ത്രി കഴിഞ്ഞ 18-ാം തീയതി ഈ പ്രശ്നം തീരുമെന്നും സത്യവാങ്മൂലം 18-ാം തീയതി കൊടുക്കാൻ കഴിയണമെന്നും കോടതി കൃത്യമായി നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 18-ാം തീയതി സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ യഥാർത്ഥമായ കൃത്യമായ രേഖകളെല്ലാം കളക്ട് ചെയ്തിട്ട് ഇനി ഒരു കറക്ഷൻ ഉണ്ടാകാത്ത നിലയിൽ വേണം ഇത് സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറി സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനവും ഉണ്ടാകുന്നുണ്ടല്ലോ. അല്ല, അത് ഗവൺമെന്റിന് ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ അതിൻ്റെ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ശരിയായ ഒരു നിലപാട് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങക്ക് ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണോ? എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ വരുന്ന ഇതോടുകൂടി പ്രശ്നം തീരും. ഈ നാഷണൽ ഹൈവേയിൽ ഈ പറയുന്ന ആളുകൾ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ യാതൊരു ആശങ്കയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. UDF ഒപ്പം തന്നെ മറ്റ് സംഘടനകളുണ്ടല്ലോ, അതിജീവന പോരാട്ട വേദി, അതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ഇവരൊക്കെ കടുത്ത നിരാശയിലാണ്. അവർ പറയുന്നത് ഇത് അടുത്ത 7-ാം തീയതിയും പരിഹരിക്കുമോ എന്ന വലിയ ആശങ്ക അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഇതിനകത്തെ UDF ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടമാണ്.
ആ ഘട്ടത്തിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നാണ് UDF ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ പോരാട്ടവേദി പോലുള്ള സംഘടനകൾക്കും വ്യാപാരി സംഘടനകൾക്കും ഉണ്ടായേക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഈ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയമെല്ലാമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ തുറന്നു പറയുമ്പോൾ അതിന് വിശദാംശം വരും. ഒരു മനസ്താപം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അല്ല, എന്നെ അപ്പൊ അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഇത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF ചില കണ്ണ് അതിനകത്തുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. ഇത് നീണ്ടു പോകുന്തോറും അത് വാസ്തവമായി ഭവിക്കില്ല എന്നാണ് എന്റെ ചോദ്യം. സാധ്യമില്ല, നീണ്ടുപോകില്ല, പോവില്ല. ഇത് ജനങ്ങൾക്ക് അനുകൂലമായി തന്നെ പിന്നെ സംഭവിക്കുന്നു. മുഖ്യമന്ത്രി വളരെ കണ്ണിയായി വനം മന്ത്രിയും ചീഫ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ നേരിട്ട് ഹാജരായി ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ജനപക്ഷത്ത് നിന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നിന്നിരിക്കുന്നു. തന്നെയല്ല, അവിടെ പ്രത്യേകിച്ച് ഈ കാട്ടിനുള്ളിലെ 14 കിലോമീറ്റർ ഇപ്പോൾ വല്ലാത്ത ഒരു അപകടാവസ്ഥയെ നേരിടുന്നുണ്ട്. കാരണം പണികൾ വേണ്ട സമയത്ത് നടക്കാത്തത് കൊണ്ട് മഴ ശക്തമായിരിക്കുകയാണ്. മൊത്തത്തിൽ ചില ഭാഗങ്ങളിലെങ്കിലും അപകടം നിലനിൽക്കുന്നുണ്ട്. അത് 7-ാം തീയതി കഴിഞ്ഞിട്ടല്ലേ പരിഹരിക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നേരുമംഗലം മുതൽ വളരെയുള്ള ഭാഗം അതോടൊപ്പം പണി പൂർത്തിയായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. ഈ വനം വകുപ്പ് ജനങ്ങളോട് സഹകരിക്കുമെന്ന് തന്നെയാണ് അങ്ങ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ആണ്. വനം മന്ത്രിയും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വിജയദശമിക്കായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും ഈ വലിയൊരു തിരക്ക് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. മിക്ക ഹോം സ്റ്റേകളും നിറയുകയും ആളുകൾക്ക് താമസ സൗകര്യങ്ങളില്ലാതെ ആളുകൾ സാധാരണ വീടിൻ്റെ പടിയിലൊക്കെ മുറിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന സമയമാണത്. ആ സമയത്താണ് ഈ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ തിരക്കിനെ നിയന്ത്രിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകും 7-ാം തീയതി വരെ കാത്തിരിക്കുമ്പോഴേക്കും. പക്ഷെ അത് സാരമില്ലെന്ന് വയ്ക്കുക, അത് സഹിക്കാന്ന് വയ്ക്കുക. ഇത് പരിഹരിക്കപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. അത് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടിക്ക് ആ രീതിയിലുള്ള പ്രതീക്ഷയുണ്ടെന്ന് അങ്ങ് പറയുന്നത് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. വനമന്ത്രി നമ്മൾ ഇനി വീണ്ടും കാണേണ്ടവരല്ലേ. അതുകൊണ്ട് അപ്പൊ വനമന്ത്രി അത്തരത്തിലുള്ള ഉറപ്പാണ് പറയുന്നത്. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, വേറെ ആരുമില്ല. അപ്പൊ ഏതായാലും ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക പരക്കുന്നുണ്ട്. കാരണം അതൊക്കെ സ്വാഭാവികമാണല്ലോ, അത് പരക്കുന്നുണ്ട്. അപ്പൊ അതിന് വലിയ പ്രതീക്ഷയാണ് അങ്ങേക്കുള്ളത് എന്നുള്ളതുകൊണ്ട് ആ ചർച്ച ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭൂപതിവ് ചട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂപതിവ് നിയമങ്ങളും 60-ലെ നിയമങ്ങളും ഒപ്പം തന്നെ ചട്ട പരിഷ്കരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതും വല്ലാത്തൊരു ആശങ്കയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏകോപന സമിതിയൊക്കെ പുറത്തിരിക്കുന്ന നോട്ടീസ് ഇത് ജനവിരുദ്ധമാണെന്ന് അസന്ദിഗ്ധമായി പറഞ്ഞുകൊണ്ടാണ്. അതിനെ എങ്ങനെയാണ് പാർട്ടി നേരിടുന്നത്? ഭൂപതിവ് ചട്ടവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ വഷളാക്കിയത് ഞങ്ങളാരുമല്ല. ഒന്ന്, നമ്മുടെ 1960-ലെ ഭൂനിയമവും 1964-ലെ ചട്ടഭേദഗതിയും പിന്നീട് 1995-ലെ വനഭൂമി ക്രമീകരിക്കൽ ചട്ടങ്ങളും, ഇതാണ് നമ്മുടെ ഭൂചട്ടങ്ങൾ. അപ്പോൾ 1960-ലെ നിയമത്തിനകത്ത് കൃഷിക്കും വീട് വെക്കുന്നതിനും എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിയമത്തിനകത്ത്. എന്നാൽ 2018 വരെ നമ്മുടെ ജില്ലയിൽ ഈ നിയമം നിലനിൽക്കെ തന്നെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഹോം സ്റ്റേ ഉണ്ടായിട്ടുണ്ട്, ടൂറിസ്റ്റ് സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്, ആരാധനാലയങ്ങൾ, വീടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്, സ്ഥാപനങ്ങൾ, നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എവിടെയാണ് ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്? ഈ പ്രശ്നം തുടക്കം കുറിച്ചത് 2015-ൽ UDF ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാന്യ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി എന്ന നിലയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ചിന്നക്കനാലിലെ ഒരു ഹോട്ടൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. പ്രശ്നം ഹൈക്കോടതിയിൽ എത്തിച്ചേർന്നപ്പോൾ ഹൈക്കോടതിയിൽ ഗവൺമെന്റിന് വേണ്ടി ഹാജരായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി സുശീല ഭട്ട് അദ്ദേഹം അവിടെ അവതരിപ്പിച്ച എന്താണ്, ഈ നിർമ്മാണം നിയമവിരുദ്ധമാണ്. കാരണം 60-ലെ നിയമം വെച്ചത് നിയമവിരുദ്ധമാണ്. സുശീല ഭട്ടിന്റെ അതുകൊണ്ട് നിയമവിധേയമല്ലാത്ത നിർമ്മാണമാണ് നടന്നിരിക്കുന്നതാണ് ഗവൺമെന്റ് സത്യവാങ്മൂലം അന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. അങ്ങക്ക് അറിയാലോ, അങ്ങനെയാണെങ്കിൽ ഈ കേരള സംസ്ഥാനത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമോ? നടക്കില്ല. അപ്പൊ അത് ഇടുക്കിക്ക് മാത്രമായിട്ട് അങ്ങനെ നിയമം ഉണ്ടാകുമോ? ഇല്ല. ഇങ്ങനെയാണ് കോടതി കയറ്റിയത്. ഇങ്ങനെയാണ് ഈ നിയമത്തെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. 1960-ന് ശേഷം എത്ര ഗവൺമെന്റുകൾ വന്നു? 2018 വരെ. ആ കാലഘട്ടങ്ങളിലെല്ലാം UDF LDF വന്നപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസ സൗകര്യത്തിനും കൃഷി ആവശ്യത്തിനും എന്നതിന്റെ കൂടെ ഇതര ആവശ്യങ്ങൾക്കും എന്ന് എഴുതി ചേർക്കുന്നതിന് എന്താണ് ഇത്ര തടസ്സം? അങ്ങനെ എഴുതി ചേർക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം അതിന്റെ എന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞ 2015 കഴിഞ്ഞപ്പോൾ 2016-ലാണ് നമ്മുടെ
ഈ പള്ളിവാസലിലെ ഒരു റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ബിജോ മാണി വിജിലൻസ് പരാതി കൊടുത്തു. വിജിലൻസിന്റെ പരാതി വിജിലൻസ് എന്ത് ചെയ്തു, അത് നേരെ കളക്ടർ ഇതിന്റെ ബേസിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയ നിർമ്മാണത്തിന്. ജില്ലാ കളക്ടർ കൗശികൻ അന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകി. ആ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി കഴിഞ്ഞതോടുകൂടി ഇത് ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് പിന്നാലെ ഒരു പഞ്ചായത്ത് മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നു ലാലി വിൻസെന്റ് വൈസമ്മാലിൽ നിന്ന് അവർ ഇതിനകത്ത് കക്ഷി ചേർന്നു. ഹൈക്കോടതിയിൽ അന്ന് ഈ കേസ് വാദിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹമാണ്, നമ്മുടെ മാത്യു കുഴൽനാടനാണ്. കുഴൽനാടൻ വാദിച്ച ഈ കേസിനകത്ത് കളക്ടറോട് കോടതി ചോദിച്ചെന്താ, ഇത് നിയമവിധേയമാണ്. അപ്പൊ 60-ലെ നിയമം വെച്ച് നിയമവിധേയമല്ല, നിയമവിരുദ്ധമാണ് എന്ന് കളക്ടർ പറഞ്ഞു അവിടെ ഹൈക്കോടതിയിൽ. അപ്പൊ ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തി 13 വില്ലേജുകൾക്ക്. 13 വില്ലേജുകൾക്ക് ആദ്യം നിരോധനം ഏർപ്പെടുത്തുകയും പിന്നീട് ഈ ലാലി വിൻസെന്റ് കൊളനാടൻ മുഖേന കൊടുത്ത കേസിനകത്താണ് ഇത് സംസ്ഥാനമാകെ വ്യാപിപ്പിച്ച ഉത്തരവ് വന്നത്. സംസ്ഥാനമായി വ്യാപിപ്പിച്ചുവെങ്കിലും ഇതാകെ ബാധകമായി വന്നത് ശരിക്കും ഇടുക്കി ജില്ലക്കാർക്കാണെന്നുള്ളത് ഒരു സത്യവുമാണ്. അതെ, അതിനകത്തൊരു കോൺട്രഡിക്ടറി ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് അതിനകത്തൊരു വല്ലാത്ത വൈരുദ്ധ്യം ഉണ്ടല്ലോ. കാരണം ഇടുക്കിക്കാർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു സംസ്ഥാന വ്യാപകമായ നിയമം നിലനിൽക്കില്ലല്ലോ. ഇല്ല, കോടതി കാണുന്നില്ലേ? കോടതി അത് കാണേണ്ടതാണ്. പക്ഷെ കോടതി നിയമത്തെ ബേസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു, ഇത് മാറ്റി കിട്ടണം. അപ്പൊ സുപ്രീം കോടതിയിൽ ഹാജരായെന്നറിയോ? സുപ്രീം കോടതിയിൽ ചിദംബരം വക്കീലാണ്, നമ്മുടെ പഴയ ഫിനാൻസ് മന്ത്രി, കോൺഗ്രസ് നേതാവ്. അദ്ദേഹമാണ് അവിടെ ഹാജരായത്. അദ്ദേഹം ഹാജരായി ഈ നിയമത്തിന് അനുകൂലമായി തന്നെ വിധി മേടിച്ചു. അപ്പോൾ സുപ്രീം കോടതി വാക്കാലൊരു പരാമർശം നടത്തി, ഈ നിയമ ഭേദഗതിയിലൂടെ അല്ലാതെ ഇതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പൊ അത് ഭേദഗതി ചെയ്യേണ്ട സർക്കാരല്ലേ? അതെ, അതിലൂടെയാണ് ഗവൺമെന്റ് നിയമ ഭേദഗതിയിലേക്ക് വന്നത്. അങ്ങനെയാണ് 23-ല് ഗവൺമെന്റ് അങ്ങനെയാണ് ഈ 60-ലെ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അതെ, സുപ്രീം കോടതിയുടെ പരാമർശം കൂടി പരാമർശം അങ്ങനെ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഏതായാലും മുഖ്യമന്ത്രി പോലുള്ള ആൾക്ക് സുപ്രീം കോടതിയിലെയും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും അടക്കം നിരവധി വലിയ നിയമവിദഗ്ധരുടെ അഭിപ്രായം ഉണ്ടല്ലോ, ചുമ്മാ ഒന്നും ചെയ്യത്തില്ലല്ലോ. അങ്ങനെയാണ് 60-ലെ നിയമ ഭേദഗതി ഞാൻ തീരുമാനിക്കുന്നത്. അപ്പൊ നിയമ ഭേദഗതി നിയമസഭയെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നു. ഐക്യകണ്ഠേനയാണ് പാസ്സായത്. ആ നിയമം UDF എതിർത്തില്ല, മറ്റാരും എതിർത്തില്ല. എന്നാൽ നിയമസഭയിൽ ഒന്നിച്ച് കൈവക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇടുക്കിയിലെ കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു. അതുപോലെ PJ ജോസഫ് ബില്ല് കളക്ടറേറ്റ് കത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെയാണ് ഈ സാഹചര്യം രൂപപ്പെട്ടു വന്നത്. അല്ല സാർ, ഇത് ക്രമവൽക്കരിക്കണം. ഏതാണ്ട് ഈ വർഷങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പണിത കെട്ടിടങ്ങൾ, പട്ടയ ഭൂമിയിൽ എല്ലാവിധ പെർമിറ്റും വാങ്ങി എല്ലാവിധ പേപ്പറുകളും സഹായത്തോടെ പണിത വീടുകൾ ക്രമവൽക്കരിക്കണമെന്നാണല്ലോ ഇപ്പൊ ഒരു വല്ലാത്ത പ്രചരണം നടക്കുന്നത്. അതിൽ വാസ്തവമുണ്ടോ? അതെ, ക്രമവൽക്കരിക്കണം. ആ ക്രമവൽക്കരിക്കാൻ പെടുമ്പോൾ എന്താ, 3 ലക്ഷത്തോളം വീടുകൾ, 2.5 ലക്ഷത്തോളം ചെറുകിട സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ സൗജന്യമായിട്ടാണ് ക്രമവൽക്കരിക്കപ്പെടുന്നത്. അപ്പോഴും അപേക്ഷ കൊടുക്കണം. 5500ഓളം വരുന്ന നമ്മുടെ വിവിധ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ അംഗനവാടികൾ, പൊതുസ്ഥലങ്ങൾ, അതുപോലെ തന്നെ SNDP NSS അടക്കമുള്ള ഇത്തരം സംഘടനകളുടെ അതെല്ലാം സൗജന്യമായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സൗജന്യമാണ്, അതിനൊരു പൈസ കൊടുക്കേണ്ടതില്ല. അതായത് 5000 മുതൽ അതിൻ്റെ ഒരു നമ്മൾ ഈ ഉദ്ദേശിച്ച വലിയ നമ്പർ വരുന്നില്ല, അത് വലിയ നമ്പർ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങനെയാണ് ക്രമവൽക്കരിക്കേണ്ടി ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ടല്ലേ സാധിക്കൂ? അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ പണിതെല്ലാം തെറ്റായിരുന്നു എന്ന ഒരു സൂചന അതിനകത്ത് വരുന്നില്ലേ? അത് വരുന്നില്ലല്ലോ. അല്ല, പണിതെല്ലാം തെറ്റായി പോയി, അതുകൊണ്ട് ക്രമവൽക്കരിച്ച് തരണം എന്നാണല്ലോ അതിന്റെ. അല്ല, നമ്മൾ പറഞ്ഞ തെറ്റ്. അതായത് 900 ഈ നിയമം 60-ലെ ഭൂചട്ട ഭേദഗതി എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നല്ല, പട്ടം നാണുപുള്ളിയാണ് മുഖ്യമന്ത്രി. 64-ലെ ചട്ടം കൊണ്ടുവരുമ്പോൾ ആർ ശങ്കറാണ് മുഖ്യമന്ത്രി, അത് കോൺഗ്രസ് ആണ്. അതിനുശേഷം 93-ലെ വനഭൂമി കുടിയേറ്റ നിയമം കരുണാകരനാണ് മുഖ്യമന്ത്രി. ഈ രണ്ടെണ്ണത്തിലും വലിയ തെറ്റൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതല്ലേ തെറ്റ്? അല്ല, കാരണം ഈ കൃഷി ആവശ്യത്തിനും ഞാൻ ചോദിക്കട്ടെ, ഒരു ജനപദം രൂപപ്പെടുന്നതിന് അങ്ങേക്കറിയാലോ, ഒരു ആളുകൾ താമസിക്കുന്നത് കൃഷി ആവശ്യത്തിനും ഒരു വീടിനും വേണ്ടി മാത്രമല്ലല്ലോ. അവനവിടെ സ്കൂളും ആശുപത്രിയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായാലല്ലേ ഒരു ജനപദമാവുള്ളൂ.
അതെ അതെ. അതെന്ത് ഇവരാരും കാണാതെ പോകുന്നത്? അത് ഈ നിയമം ഉണ്ടാക്കിയവർ ശ്രദ്ധിച്ചില്ല. നിയമത്തെ ശ്രദ്ധിച്ചില്ല. അപ്പൊ അതാണല്ലോ ഇപ്പൊ നമ്മൾ ഈ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അത് നമ്മൾ കാണണ്ടേ? ഇപ്പൊ ആ നിയമം നമ്മളിപ്പോ ഭേദഗതിയിലൂടെ മാറ്റുമ്പോ നമുക്ക് ഈ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഏതാ? ഇപ്പൊ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു, ഇതര ആവശ്യങ്ങൾക്ക് എല്ലാ ആവശ്യം. അതായത് അത് ഇതര ആവശ്യങ്ങൾ എന്നുള്ള ഇപ്പോഴും വന്നിട്ടില്ല. അത് വരുന്നുണ്ട്. അത് പിന്നീട്, അതായത് ഒരു 2 മാസത്തിനകത്ത് ആ ചട്ടം കൂടി കൊണ്ടുവരും. ഈ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുവന്നാൽ മറ്റൊരു പ്രശ്നം വേറെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് 1-ാം ഘട്ടം ക്രമവൽക്കരണവും 2-ാം ഘട്ടം പുതിയ നിർമ്മാണങ്ങൾക്കുള്ള ചട്ടവും രൂപീകരിക്കപ്പെടുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ നിർമ്മാണങ്ങൾക്കുള്ള ചട്ടങ്ങൾ വീണ്ടും വരുമെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അങ്ങേക്ക് അറിയാലോ, ഇപ്പൊ ടൗണുകളിലൊക്കെ ഇരിക്കുന്ന, നഗരങ്ങളിൽ ഇരിക്കുന്ന സ്ഥലം വീണ്ടും ഒരു ഗ്രാമപ്രദേശത്തെ സ്ഥലം പോലെ ഫെയർ വാലി ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അത് ഗവൺമെന്റിനെ ബാധിക്കും. അതെ, ബാധിക്കും. ഗവൺമെന്റ് വരുമാനത്തെ ബാധിക്കും. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നിർമ്മാണം പുനഃസ്ഥാപിക്കുന്നതിൽ നിയമ ഭേദഗതി മാത്രമേ വഴിയുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കോടതിയുടെ പരാമർശം കൂടി വന്നുകൊണ്ടാണ് ഗവൺമെന്റ് ആ നിലയിലേക്ക് വന്നത്. അപ്പൊ ഇതുകൊണ്ട് ലഭിക്കുന്ന 60 വർഷത്തെ നിർമ്മാണങ്ങൾക്കുള്ള ഇപ്പൊ വന്ന ഇതെല്ലാം നമുക്ക് സ്വതന്ത്രമായി ക്രമവൽക്കരിക്കപ്പെട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 2024 ജൂലൈ വരെയുള്ളതാണ്. അതും ഉള്ളൂ. എന്നാൽ പോലും അതങ്ങനെ കിട്ടുമെങ്കിൽ ഈ സൗജന്യമായി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് വലിയ ഫീസ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ആളുകളുടെ കയ്യിൽ നിന്ന് 10%, 20%, 40%, 50% ഇങ്ങനെയാണ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമാണ്. യാതൊരു അടിസ്ഥാന കാര്യമില്ല. എന്താ കാര്യം എന്ന് വെച്ചാല് അതൊന്നും ഗവൺമെന്റ് ഫീസ് ചെയ്തിട്ടില്ല. ഇല്ല. അതായത് വൻകിട നിർമ്മാണം, അതായത് 3000 ചതുരശ്ര അടി വരെയുള്ള മുഴുവൻ വീടുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും പൂർണ്ണമായി സൗജന്യമാണ്. പിന്നെ വൻകിട കെട്ടിടങ്ങൾ ചെറിയൊരു ഫീസാണ് വരുന്നത്. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ 4 ഏക്കർ സ്ഥലം എനിക്കുണ്ട് ടൗണിനകത്ത്. ഈ 1 ഏക്കർ സ്ഥലത്തിനകത്ത് 2 സെന്റിനകത്ത് എൻ്റെ ബിൽഡിംഗ് ഇരിക്കുന്നത്. ആ 2 സെന്റിൻ്റെയാണ് ക്രമീകരിക്കുന്നുള്ളൂ, അല്ലാണ്ട് 1 ഏക്കർ സ്ഥലത്തിൻ്റെ ക്രമീകരണം ഇല്ല. ഇത് യാതൊരു തരത്തിലും ഒരു ദോഷം വരുന്ന കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ജില്ലയിൽ 11,500ഓളം ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ട്. വിവിധ മതസ്ഥാപന 5000 ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട്. ക്ഷേത്രങ്ങൾ 4000 എണ്ണമുണ്ട്. മുസ്ലിം പള്ളികൾ 2500 ഉണ്ട്. NSS, SNDP അതുപോലെ മറ്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അടക്കം നിരവധി പൊതുസ്ഥാപനങ്ങളുണ്ട്. 125ഓളം അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകൾ, അതുപോലെ പൊതുസ്ഥാപനങ്ങളുണ്ട്. ഇതിനെല്ലാം ഇത് സൗജന്യമായി ക്രമവൽക്കരിക്കപ്പെടില്ലേ? അപ്പൊ ജില്ലയിലെ ഇപ്പൊ 3000 മുതൽ 5000 വരെ 16000. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇത് ഒരു കാലഘട്ടത്തിൽ എല്ലാവിധ ലൈസൻസോടും കൂടി എല്ലാവിധ നിയമങ്ങളും പാലിച്ച് പണിയപ്പെട്ടതാണല്ലോ. ആണ്. പിന്നെ അതിനൊരു ക്രമവൽക്കരണത്തിന്റെ ആവശ്യകതയിൽ എന്തെങ്കിലും ആളുകൾ സംശയിക്കൂലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംശയിക്കുന്ന കോടതി കൊണ്ടുപോയോണ്ടല്ലേ ഇത് കോടതി കൊണ്ടുപോയത് ആരാണ്? അതായത് ഞാൻ പറഞ്ഞല്ലോ, 2015 ചിന്നക്കനാലിലെ ഒരു ഹോട്ടൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കോടതിയിൽ എത്തിച്ചപ്പോൾ അന്നത്തെ UDF ഗവൺമെന്റിന് കൊടുത്ത സത്യവാങ്മൂലമാണ്. അന്ന് കോടതി കൊടുത്ത സത്യവാങ്മൂലം സുശീല ഭട്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, ക്രമവൽക്കരണം മൂലം ഇത് കൂടുതൽ സുരക്ഷിതമാവുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നാളെ ഇതുവരെയുള്ള മുഴുവൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുക എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അവസാനം വരെ ഇത് സ്വതന്ത്രമായി നമുക്ക് ഭൂമിക്കകത്ത് വീട് വെക്കാനും അനുബന്ധമായ കച്ചവട സ്ഥാപനങ്ങളോ ഹോം സ്റ്റേകളോ അതുപോലെ മറ്റേത് നിർമ്മാണ പ്രവർത്തനങ്ങളും യാതൊരു തടസ്സവും ഉണ്ടാകാതെ സുരക്ഷിതമാവുകയാണിത്. അപ്പൊ അതിനകത്തൊരു ക്ലോസ് അങ്ങ് ശ്രദ്ധിച്ചു കാണും, ഒരാൾക്ക് ജീവനോപാധിക്ക് വേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുമെന്ന്. അത് വന്നാൽ പ്രശ്നമാണ്. കാരണം അത് ജീവനോപാധി എന്ന് പറയുന്നത് അവർ നിശ്ചയിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്റെ ജീവനോപാധിക്ക് വേണ്ടുന്ന ഒരു ചെറിയ കച്ചവടം എന്താണ് എന്ന് ഒരു ക്ലോസ് നമ്മൾ തീരുമാനിക്കും. അത് വേറെ തീരുമാനിക്കും. അല്ലാതെ തീരുമാനിക്കും. അല്ല, തീരുമാനിക്കും എന്ന് പറഞ്ഞാലേ, ജീവനോപാധികൾ എന്ന് പറഞ്ഞാൽ ജീവനോപാധികൾ ഏത് രൂപത്തിലും ആകാം. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വേണം തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ലോഡ്ജ് തുടങ്ങാം, തുടങ്ങാം. അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ഇത്ര ഏരിയ വരെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിനകത്ത് ഇല്ല, ഇന്നതേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാത്തടത്തോളം കാലം നമുക്ക് ഏത് വേണമെങ്കിലും തുടങ്ങാൻ പാടില്ല. ഈ ജീവനോപാധി എന്ന വാക്കിന് ചില അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഒരാളുടെ ജീവിച്ചു പോകാൻ വേണ്ടി മാത്രം എന്നുള്ള അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അത് ജീവനോപാധികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യമാണല്ലോ. സ്വാഭാവികമായിട്ട് അതിനകത്ത് വേറെ പിന്നെ അത് ഓരോ വ്യക്തിക്ക് വ്യത്യസ്തമാണ് താനും. അതെ അല്ലേ? അതെ അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ.
പിന്നെ മറ്റൊരു പരാതി ഉള്ളതേ, ആ. ഈ ഫെയർ വാല്യൂ നഗരങ്ങളിൽ ഉൾപ്പെടെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കുറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ആളുകൾ വലിയ വായ്പയൊക്കെ എടുത്താണല്ലോ പലതും ചെയ്തിരിക്കുന്നത്. അതെ. അവർ കൃഷി നടത്തിയിരിക്കുന്നു, വ്യവസായം നടത്തുന്നു ഒക്കെ. അതൊക്കെ സാധ്യമല്ലെന്നും അതൊക്കെ നിയമാനുസൃതമല്ലെന്നും വന്നു കഴിഞ്ഞാൽ ഈ ബാങ്കുകാർ ഈ ലോൺ എടുത്തിരിക്കുന്നവരുടെ മേൽ കുതിര കയറില്ലേ? ഇല്ല, അങ്ങനെ നിയമാനുസൃതം അല്ല എന്ന് പറയുന്നില്ലല്ലോ. നിയമാനുസൃതമാക്കി കൊടുക്കുമല്ലേ ഇത്. പിന്നെ ബാങ്കുകാർക്ക് എന്താ പ്രശ്നം? നിലവിൽ ഇപ്പം നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ചെറിയൊരു ഫീസ്, വലിയ സ്ഥാപനങ്ങൾക്ക് അത് ഈ 10,000-ന് മുകളിൽ 200 സ്ഥാപനങ്ങളേ ഉള്ളൂ ജില്ലയിൽ. അത്രേ ഉള്ളൂ. അതിനാണ് വലിയ ഫീസ് വരുന്നത്. അത്രേ ഉള്ളൂ. അത് വലിയ ഫീസ് എന്ന് പറയാൻ പറ്റത്തില്ല. അതെല്ലാം ഗവൺമെന്റ് അതിനകത്ത് അവർക്ക് താങ്ങാവുന്ന ഒരു ഫീസ് എന്ന നിലയിലാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ഇതുവരെ. ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ പുതിയ താരിഫുമായിട്ട് രംഗത്തിറങ്ങുമോ? അങ്ങനെയൊന്നും ഇറങ്ങത്തില്ല. ജനങ്ങൾക്ക് ദോഷം ചെയ്യാവുന്ന ഒരു രീതിയിൽ ഇത് അംഗീകരിക്കില്ല. കാരണം ഇത് നമ്മുടെ ഇതിലേക്കെങ്കിലും ഇത് എത്തിക്കാൻ കഴിഞ്ഞത് ഒന്ന് കോടതിയിൽ ഈ പ്രശ്നം വന്നു. കോടതിയിൽ വന്ന് ഇത് ഒരു കുഴപ്പമായ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഊരാൻ വേറെ വഴി എന്താ? ഇതിനെ സ്വതന്ത്രമാക്കാനുള്ള വഴി. അപ്പൊ നമ്മുടെ ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനമില്ല. 3 ലക്ഷം വീട്ടുകാർക്ക് പ്രശ്നമില്ല, 2.5 ലക്ഷത്തും ചെറുകിടക്കാർക്ക് പ്രശ്നമില്ല, പിന്നെ ചെറിയ നിർമ്മാണങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല. ഒന്നാമത് ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം കാരണം സാധാരണക്കാർ വല്ലാത്ത ബുദ്ധിമുട്ടില്ല. അത് ആര് ഭരിച്ചാൽ പോലും ഈ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് വീണ്ടും അവസരങ്ങൾ ഇതിലൂടെ കൈവരുന്നുണ്ടോ? ഒരു കാരണവശാലും ഉണ്ടാവില്ല. നമ്മളിപ്പോ LDF ഗവൺമെന്റ് വന്നൊരു മാറ്റം നമ്മൾ കാണണം. അപ്പൊ ഓരോ ഫയലിനുള്ളിൽ ഓരോ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്ത് ഫയൽ അദാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പഴയ ഫയലുകൾ എല്ലാം ഉത്തരവായി കഴിഞ്ഞു. ഞാനതിൽ നേരിട്ട് അനുഭവിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ചെയർമാൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ പഴയ നിരവധി ഫയലുകളാണ് ഇപ്പോൾ പൂർണ്ണമായി കിട്ടിയത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ സ്മാർട്ട് അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പഞ്ചായത്താണെങ്കിലും മറ്റേതെങ്കിലും ഓൺലൈൻ ആക്കുകയാണ്. ഇപ്പൊ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ, ഇപ്പൊ കാനഡ അല്ലെങ്കിൽ നെതർലൻഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ഓൺലൈൻ സംവിധാനമല്ലേ. നമ്മൾ അവിടെ ആർക്കെങ്കിലും അപേക്ഷ കൊടുത്താലും പുറകെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇപ്പൊ നിരവധിയായ ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അക്ഷയ മുഖേനയും ഓൺലൈൻ വഴിയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഉദ്യോഗസ്ഥനെയും എന്നുവെച്ചാൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഭാവിയിൽ ഒരു ഉദ്യോഗസ്ഥനെയും ആശ്രയിക്കാതെ യഥാർത്ഥമായ ഒരു പൗരന്റെ അവകാശം നേടിയെടുക്കുക എന്ന് തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യം. അതിലേക്കുള്ള ചുവടുവെപ്പ് ഈ ഗവൺമെന്റ് വെച്ച് കഴിഞ്ഞില്ലേ? അത്ര ത്വരിത വേഗത്തിൽ ഫയൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അങ്ങേക്ക് അത് അനുഭവവേദ്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വളരെ ശക്തമായ മെഷീനറി താഴ്ത്ത തട്ടിൽ വരെ ഉള്ള പാർട്ടിയാണ് CPIM. പലപ്പോഴും CPIM-നെ മറികടന്നാണ് ഇതിന്റെ രംഗത്ത് പ്രചരണങ്ങൾ നടക്കുന്നത് പല രംഗത്തും. അതിനെങ്ങനെയാണ് CPIM മറികടക്കാൻ നോക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത്? ഇപ്പൊ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. കാരണം ഈ ദ്രോഹം മുഴുവൻ കൊണ്ടുവന്നവരാണ് ഈ പ്രചരണങ്ങളുടെ പേരിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ പോരാട്ട വേദി എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഇപ്പൊ അവരെല്ലാം ഇപ്പൊ നമ്മുടെ ചില ആളുകളുണ്ടല്ലോ ഇവിടെ, നമുക്കെല്ലാവർക്കും അറിയാം. അവര് ജനപക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അവര് ജനപക്ഷത്തല്ല. കാരണം എന്താണ്? അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിയമനിർമ്മാണം നടത്തിയല്ലോ ഗവൺമെന്റ്. അതിലൂടെ ഈ പ്രശ്നങ്ങളാകെ പരിഹരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 60-ന് ശേഷം ഇപ്പോ ഏതാണ്ട് 65 വർഷം നമ്മൾ അനുഭവിച്ച ഒരു ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ ഇടുക്കി ജില്ലയിലെ നേതാക്കൾ, പ്രത്യേകിച്ച് CV വർഗീസ് അടക്കം സെലിംകുമാർ അടക്കം പാലത്തിനടക്കം വലിയ ശ്രമമാണ് നടത്തിയത്. മണിയാശാൻ അടക്കം ജയന്തൻ അടക്കം വലിയ പരിശ്രമം നമ്മുടെ MLA അടക്കം നടത്തിയത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ നിയമം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. സ്വതവേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സർക്കാരിന് ഖജനാവിലേക്ക് കൂടുതൽ പണം വന്ന് ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഈ പ്രചരണം ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഈ പ്രചരണം ഇങ്ങനെ നടക്കുമ്പോൾ അതിനെ ശക്തമായി CPM പോലുള്ള സംഘടന പ്രതിരോധിക്കുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. പ്രതിരോധിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് ലഘുലേഖകൾ അടിച്ച് വീട് കയറി നിരവധി യോഗങ്ങൾ ലോക്കൽ അടിസ്ഥാനത്തിൽ വാർഡ് തല അഭിവാദ്യ സദസ്സുകൾ ഇപ്പൊ അടിമാലിയിൽ തന്നെ വലിയൊരു യോഗം സംഘടിപ്പിച്ചല്ലോ, ഭൂപതി ചട്ട ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അത് നല്ല ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നു പറയുന്നില്ല. പക്ഷേ അവിടെ പോലും നമ്മൾ പറയുമ്പോൾ പിന്നീടും വരുന്ന കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്ന തരത്തിലേക്കാണ് വരുന്നത്. ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡറും കൂടി ഇറങ്ങുമെന്ന് പറയുന്നുണ്ടല്ലോ. അത് അപ്പൊ ആ രംഗത്ത് അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ഒക്ടോബർ 15-ന് ഈ ഒക്ടോബർ മാസം 15-ഓടുകൂടി നിർമ്മാണ നിരോധനം മാറ്റും. ഗവൺമെന്റ് ആലോചിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിൽ ഇപ്പൊ ഇവിടെ നിർമ്മാണ നിരോധനം ഉണ്ടല്ലോ. പാറ പൊട്ടിക്കാൻ പാടില്ല, മണ്ണ് വാരാൻ കുറെ പ്രശ്നം നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഈ ഒക്ടോബറോടെ ശാശ്വത പരിഹാരം ഉണ്ടാകാൻ പോവാണ്. ആ മാസത്തിൽ തന്നെ നമ്മളെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ
നമ്മുടെ ഈ മന്ത്രിമാർക്ക് റോഷി അടക്കമുള്ളവർക്ക് നമ്മൾ സ്വീകരണം കൊടുക്കും. ഈ ജില്ലയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് നൽകിയതിന്. ഇവര് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പോരാട്ട വേദി പറയാ അരാഷ്ട്രീയവാദ സംഘടനകളുണ്ട്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന്റെ അല്ലെ നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. അത് ആരായിക്കോട്ടെ. അങ്ങേക്കറിയാലോ, ഈ സത്യമാണ് അങ്ങ് പറയുന്നതിൽ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് കോടതിയിൽ പോയതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതൽ വഷളായതെന്നും സങ്കീർണമായതെന്നും അങ്ങ് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിന് കാലവിളംബം നേരിടുന്നത് ഇന്ന കാരണം കൊണ്ടാണ്. ഇപ്പോൾ ജനം വിചാരിക്കുന്നത് കഴിഞ്ഞ 18-ാം തീയതി ആവേണ്ടതാണ് റോഡിൻ്റെ പ്രശ്നം, ഇനിയിപ്പോൾ 7-ാം തീയതി ആവേണ്ടതാണ്. 7-ാം തീയതി ഈ പറയുന്ന അഡീഷണൽ സെക്രട്ടറി സത്യവാങ്മൂലം കൊടുക്കാതെ വരുമോ, അദ്ദേഹം വനംവകുപ്പിൻ്റെ സെക്രട്ടറി അല്ലേ, വനംവകുപ്പിന് വേറെ ലക്ഷ്യമല്ലേ ഉള്ളത് എന്നൊക്കെ വിചാരിക്കുന്ന ജനങ്ങളുണ്ട്. പക്ഷെ അഡീഷണൽ സെക്രട്ടറി അല്ല കൊടുക്കുന്നത്. ഇനി ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത്. ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാനും അഡ്വക്കേറ്റ് ജനറലോട് ഈ കേസിൽ നേരിട്ട് ഹാജരാകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത ആളാണ് ഈ അഡീഷണൽ സെക്രട്ടറി. അതുകൊണ്ടായിരിക്കില്ല. അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്നത് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഇത് കൊടുത്തത്. സ്വാഭാവികമായി അതിനെ ടച്ച് ചെയ്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അത് ജനവിരുദ്ധമായി വന്നപ്പോൾ സ്വാഭാവിക ഗവൺമെന്റ് ഇടപെട്ടു. ഇത്രയേറെ ഒരു പ്രക്ഷോഭ രംഗത്ത് നടക്കുന്നുണ്ടെന്നും ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും ഒക്കെ സർക്കാരിനല്ല, ഈ പറയുന്ന കോടതിക്ക് നല്ല ബോധ്യമുണ്ട്, ഗൗരവമുണ്ട്. പക്ഷെ വനം വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതില്ല. അല്ലെന്നുള്ളതറിയോ, കോടതിക്ക് ഇത് ബോധ്യം ഉണ്ടല്ലോ. ഉണ്ട്. ഇതേ കോടതി തന്നെയാണ് ഇതിന് നമുക്ക് വിധി തന്നത്. അതെ, ഇത് 100 അടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കോടതി തന്നെയാണ് ഇപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ വച്ചത്. ഇത് നിയമപരമായ പ്രശ്നമാണ്. ഇതിന്റെ സ്വാഭാവികമായി കോടതിക്ക് എന്നാ പിന്നെ ഈ വിഷയം ഞങ്ങൾ നേരത്തെ വിധിച്ചിട്ടുള്ളതാണ്, അത് പോട്ടെ എന്ന് വെച്ചോ. എല്ലാ നിയമങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ് ആത്യന്തികമായി എന്ന ഒരു തലത്തിലേക്ക് കോടതി എത്തുന്നു അവസാനം, അല്ലേ? അതെ അതെ. ഇതിപ്പോ എത്രയോ വർഷങ്ങളായി ജനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇതിപ്പോ ചെറിയ നൂലമാലകൾ വന്നു എന്നുള്ള ശരിയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ആ കാര്യത്തിൽ ഈ പ്രശ്നത്തിന്റെ വേണ്ടത്ര ഗൗരവത്തോടെ ഇടുക്കി ജില്ലാ ഘടകം, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടി ഈ CPIയും ഒപ്പം തന്നെ CPM എടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു എടുക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് വളരെ നന്നായി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇടപെട്ടു. കാരണം ഈ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങൾ ഒരു ക്ലാസ് തിരുവനന്തപുരത്ത് നടക്കുന്ന സമയമാണ്. മുഖ്യമന്ത്രി വന്നപ്പോൾ നമ്മുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ മണിയാസൻ അടക്കം ജയചന്ദ്ര അടക്കം CPMന്റെ നേതാക്കൾ, ജില്ലയിലെ നേതാക്കൾ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും സഡൻ ആക്ഷൻ മുഖ്യമന്ത്രി എടുത്തുനിന്ന്. ഒരു കാലാവസ്ഥ ഉണ്ടായതല്ലേ വനത്തിന് വേണ്ടി വാദിക്കുന്ന ആളെ മാറ്റിയത്. അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിയോട് ഹാജരാകാൻ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റേ അഡ്വക്കേറ്റ് ജനറലോട് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പരിസ്ഥിതിവാദിയായ പരാതിക്കാരനുണ്ടല്ലോ, അദ്ദേഹം ഈ സത്യത്തില് ഈ വനം വകുപ്പിന്റെ തന്നെ ഏതെങ്കിലും വളഞ്ഞ വഴിയിലുള്ള ഇടപെടലിലൂടെയാണോ അത് സംഭവിക്കുന്നത്? അത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ 348ഓളം പരിസ്ഥിതി സംഘടനകളുണ്ട് നമ്മുടെ കേരളത്തിനകത്ത്. ഇപ്പൊ നമ്മുടെ പട്ടയം സ്റ്റേ ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ ഈ പട്ടയം സ്റ്റേ ഇപ്പൊ മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ശക്തമായി ഇടപെട്ടേക്കാണ്. ഈ സ്റ്റേ മാറ്റിയാൽ 55,000 പട്ടയം ഉടനെ, അല്ല 1,00,000-ഓളം പട്ടയം ഇപ്പൊ കൊടുക്കാൻ പോവാണ് ഗവൺമെന്റ് ഈ ഇടുക്കി ജില്ലയിൽ. അതാണ് ഇപ്പൊ സ്റ്റേയിൽ നിൽക്കുന്നത്. അതെ, അതും പരിസ്ഥിതിവാദികൾ ഇടപെട്ടേക്കാണ്. ഞാൻ പറഞ്ഞ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ പട്ടയത്തിന്റെ കാര്യം നമ്മൾ എടുത്തു. ജില്ലയിലെ പട്ടയത്തിന്റെ പ്രശ്നം വെച്ചാൽ ജില്ലയിൽ യഥാർത്ഥമായി ശരിയായി LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ പട്ടയ വിതരണം നടത്തിയിട്ടുള്ളൂ. അത് നമ്മുടെ 57 ഗവൺമെന്റ് പോലെ എടുത്ത് 67 ഗവൺമെന്റ് എടുത്തു. അത് ശരിയായി ഒരു വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. മാത്രമാണോ ഇപ്പൊ കഴിഞ്ഞ UDF കാലത്ത് കൊടുത്ത പട്ടയത്തിനകത്ത് 16 ഉപാധി അടിയിൽ എഴുതി വെച്ചാൽ. അത് മാത്രമല്ല, 1 ഏക്കറിൽ കൂടുതൽ പട്ടയം കൊടുക്കില്ല. 1,00,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് പട്ടയം കൊടുക്കില്ല. ഈ ഗവൺമെന്റ് അത് മാറ്റിയില്ലേ? വരുമാന പരിധി എടുത്തു കളഞ്ഞു. ഉപാധിരഹിത പട്ടയാണ്. വരുമാന പരിധി എടുത്തു 4 ഏക്കർ വരെ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു ഗവൺമെന്റ്. അപ്പൊ മുൻ ഗവൺമെന്റിന്റെ ഈ അപ്പൊ ശരിക്കും ജനവിരുദ്ധമായി നമ്മുടെ ഇടുക്കി പോലുള്ള സ്ഥലത്ത് 4, 5, 6 ഏക്കർ സ്ഥലങ്ങളിൽ 3, 4 ഒക്കെ ഏക്കറുണ്ട് കൃഷിക്കാരൻ്റെ കയ്യിൽ. അതൊക്കെ ഉണ്ട്. ആ കൃഷിക്കാരന് 1 ഏക്കർ മാത്രമേ പട്ടയം തരുള്ളൂ എന്ന് UDF ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 4 ഏക്കർ കൈവശിക്കാനുള്ള. അതുപോലെ 1,00,000 രൂപ വരുമാനം, 1,00,000 രൂപ കൂടുതൽ വരുമാനം ഇല്ലാത്ത ആരപ്പോഴുള്ള 10 കിലോ കൊക്കോ പറിച്ച് വെക്കണവർക്ക് പോലും അതിൽ കൂടുതൽ വരും ഒരു വർഷം നോക്കുമ്പോ. അപ്പൊ സ്വാഭാവികമായി അതൊരു ജനവിരുദ്ധല്ലേ? ആ രണ്ടും മാറ്റിയില്ലേ ഗവൺമെന്റ്? വരുമാന പരിധി എടുത്തു കളഞ്ഞു. പട്ടയത്തിന് 4 ഏക്കർ വരെ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 55,000 പട്ടയം ഉപാധിരഹിതമായി ഗവൺമെന്റ് കൊടുത്തു. ഇനിയിപ്പോ കൊടുക്കാൻ പോവാണ്. അത് 1,00,000 പട്ടയമാണ് ഇപ്പൊ കൊടുക്കാൻ. 1,00,000-ഓളം പട്ടയം കൊടുക്കും ഇടുക്കി ജില്ലയിൽ തന്നെ. ഇടുക്കി കേരളമാണ് 1,00,000. കേരളത്തിൽ മാത്രം. അതെല്ലാം പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു വലിയ ശതമാനം എന്റെ അടക്കം ഇരിക്കുമല്ലോ ഇവിടെ.
എന്റെ വോട്ട് കിടക്ക് റെഡി ആയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോ ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും ഒരു പക്ഷേ അല്ലേ? അതെ അതെ അതെ. അതിനൊരു കാര്യം അറിയോ, ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ നമ്മുടെ ഗവർണർ ഇവിടെ ഈ ബില്ല് കത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗവർണർ വേഗം തന്നെ നമ്മൾ ബില്ല് ഒപ്പിട്ടില്ല, നിയമഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിട്ടില്ല. ജൂൺ മാസം 7-ാം തീയതി ഒപ്പിട്ടെ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് പോയി മാർച്ച് ചെയ്യേണ്ട വന്നു. അദ്ദേഹത്തിന്റെ ഗവർണറുടെ മറ്റേ രാജഭവനിലേക്ക് മാർച്ച് ചെയ്യേണ്ട വന്നില്ല. നമ്മൾ LDF ജില്ലാ കമ്മിറ്റി അവിടെ ആളുകളെ കൊണ്ടുപോയി മാർച്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഈ 65 വർഷം നമ്മൾ അനുഭവിച്ച ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇടുക്കിയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CV വർഗീസ് അടക്കമുള്ളവരൊക്കെ ഇന്ന് വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? അല്ല, തീർച്ചയായിട്ടും ചരിത്രമായി കണ്ടുകൊണ്ടിരിക്കില്ല. എല്ലാ രംഗങ്ങളിലും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സേവനങ്ങളോ അല്ലെങ്കിൽ സമര പ്രവർത്തനങ്ങളോ ഒന്നും ആരും നിഷേധിക്കുന്നില്ല, നിഷേധിക്കാനാവില്ല. കാരണം അതുപോലെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ജോസാല വിളിജാന്റെ പക്ഷത്താണ് നമ്മൾ. ഒരു കാര്യം കണ്ടതറിയാം, നമ്മുടെ ജില്ലയില് ഇവിടെ ഒരു 13 കുടിയിറക്ക് നടന്നുണ്ട്. 13 കുടിയിറക്ക് നമ്മുടെ ജില്ല നടത്തുന്നുണ്ട്. ആ 13 കുടിയിറക്കുകൾ എന്ന് പറയുന്നതിനകത്താണ് അമരാവതി ഒരു ചൊരിയുന്ന മഴയത്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടു. കീരിത്തോട് AKG അവിടെ ഓടിയെത്തി. ഫാദർ വടക്കൻ കീരിത്തോട് ചുരുളി 4000 പേരാണ് കൂടി ഇറക്കിയത്. വണ്ണപ്പുറം കൂടി ഇറക്ക്, പൊന്മുടി ഡാം വന്നപ്പോ അവിടുന്ന് കൂടി ഇറക്കി. നമ്മുടെ ചെങ്കുളം കൂടി ഇറക്ക്, ചെങ്കുളത്ത് കൂടി ഇറക്കി. ആനച്ചാലിൽ സെറ്റിൽമെന്റ് കോളനി അല്ല, അവിടുത്തെ മറ്റ് വെറുതെ കോളനൈസേഷൻ നടന്നിരുന്നു, അവിടെ നടത്തിയിരുന്നു. ഇത് മുഴുവൻ നടന്നതേ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിലാണോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്താണോ ഈ കൃഷിക്കാരെ കൂടി ഇറക്കിയിട്ടുള്ളത്? അതിനെ ചെറുത്ത് നിന്ന് അവരെ കുടിയിരുത്താൻ വേണ്ടി മുൻകൈ എടുത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരല്ലേ? പ്രത്യേകിച്ച് മണിയാശാനെ പോലുള്ള ആളുകൾ, ജയചന്ദ്ര സേവൊക്കെ നമുക്ക് മറന്നു പോകാനാണ്. ഇപ്പൊ ചങ്ങളം കൂടി ഇറക്കുമ്പോൾ എണ്ണം കുര്യൻ സേവനെ പോലുള്ള ആളുകളൊക്കെ വലിച്ച പങ്ക് നമുക്ക് നിഷേധിക്കാൻ പറ്റും. കാര്യം ഡാമിന് വേണ്ടിയിട്ടാണ്, അതിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്നാണ് കുടിയിറക്കിയത് എന്നൊക്കെ വാസ്തവമാണെങ്കിൽ പോലും, പക്ഷെ അവർക്ക് അത് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കുടിയിറക്കുന്നവന് പകരം ഭൂമി കൊടുക്കണ്ടേ? ആ ജീവിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. ആ മനുഷ്യത്വം നിഷേധിച്ചില്ലേ അവിടെ? അപ്പൊ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചത്. 2 വിഷയങ്ങളുടെയും വ്യക്തമായ മറുപടി ഉണ്ട്, ഇല്ലായികയല്ല. അപ്പോൾ ഏതാണ്ട് റോഡിന്റെ പ്രശ്നം, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട 14 കിലോമീറ്ററിന്റെ പ്രശ്നം ഈ അടുത്ത 7-ാം തീയതി, ഒക്ടോബർ 7-ാം തീയതിയോടെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ഇപ്പൊ വല്ലാത്ത ആശങ്കയാണ്. ഞാൻ സൂചിപ്പിച്ചു അത്. അതിനിടയിൽ നല്ല പ്രചരണവും നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന്റെ എല്ലാ തിക്തഫലങ്ങളും മാറി പുതിയ സൂര്യൻ ഉദിക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇതിനിടയ്ക്ക് ഒരു വ്യാജ പ്രചരണം എന്താ അറിയോ, 13 വില്ലേജുകളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് തുടരും എന്ന നിലയിലൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. ഈ ചട്ടഭേദഗതിയിലൂടെ അതൊന്നും തുടരില്ല. 1-ാം ഘട്ടം ഈ ചട്ടം പൂർത്തിയാകുന്നതോടുകൂടി 2-ാം ഘട്ടം ചട്ടം ഉടൻ രൂപീകരിച്ച് പുറത്തേക്ക് വരികയാണ്. അതോടുകൂടി പുതിയ നിർമ്മാണങ്ങളുടെ തുടക്കം കൂടെ തുടങ്ങുന്നതോടുകൂടി ഇടുക്കിയിലെ ഇനി നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് ആരെയും പേടിക്കാതെ സ്വതന്ത്രമായി നമ്മുടെ ഭൂമി വിനിയോഗിക്കാനുള്ള ഒരു സാറ് പറഞ്ഞ പോലെ സൂര്യൻ ഉദിക്കും. അത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് അങ്ങയുടെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. കാരണം ആളുകൾക്ക് വലിയ പ്രതീക്ഷ അത് നടക്കും. അത് ചുമ്മാ പറയുന്ന ആയിരിക്കില്ല എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. ഒരു ചാനലിൽ ഇത് പറയുമ്പോൾ അങ്ങേക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. കാരണം അത് ജനപക്ഷത്താണ് ഈ സർക്കാർ എന്ന് ജനത്തിന് ബോധ്യപ്പെടും. അല്ലാത്തിടത്തോളം കാലം ജനങ്ങൾ ഈ സംശയത്തിന്റെ മുനയിൽ സർക്കാരിനെ നിർത്തും. അതുമല്ല, സംശയത്തിന്റെ കുന്തമുന സർക്കാരിനെതിരെ നീളുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങയെ തന്നെ വിളിച്ചത്. അങ്ങയോട് തന്നെ ചോദിച്ച് ഈ കാര്യത്തിൽ വേണ്ടത്ര വ്യക്തത വരുത്തണം, അത് ജനങ്ങൾക്ക് വരുത്തണം എന്നും മീഡിയ നെറ്റിന് നിർബന്ധമുണ്ടായിരുന്നു. വളരെ സമയത്തിന്റെ പരിമിതി മൂലമാണ് സാർ ഇത്രയും കാര്യങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം അവസാനിച്ചു എന്നുള്ളതുകൊണ്ടാണ് മീഡിയ നെറ്റിൽ എത്തുകയും വളരെ വ്യക്തമായി, വളരെ സുതാര്യമായി ഈ കാര്യങ്ങൾ സംസാരിക്കുക, ആത്മാർത്ഥമായാണ് അങ്ങ് സംസാരിച്ചതിന് വളരെയേറെ അഭിനന്ദനങ്ങൾ. നന്ദി. ജില്ലയിലെ ഗതാഗത പ്രശ്നങ്ങളും പ്രത്യേകിച്ച് NHുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഭൂപതിവ് നിയമവും അതിൻ്റെ ചട്ട ഭേദഗതിയുമായി ഉണ്ടായിരിക്കുന്ന സങ്കീർണ വിഷയങ്ങൾ എല്ലാം ഉടനടി പരിഹരിക്കുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിലൂടെ വ്യക്തമാകുന്നത്. നമുക്ക് ഇത്രയും കാത്തിരുന്നതല്ലേ, ഇനിയും കാത്തിരിക്കാം. വലിയ പ്രതീക്ഷയാണ് ഭരണ കക്ഷിയുടെ ആളെന്ന നിലയിൽ ശ്രീ ചാണ്ടി P. അലക്സാണ്ടർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.